അതിപ്പോ എന്താ കാലിന് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ? കാലിന് ഭയങ്കര വേദനയാണ് മോനെ. അത് എന്താ വെച്ചാലേ, ഉം, ഞാനിപ്പോ ഈ കുറേ നേരം ഈ അടുക്കളയിൽ ഇങ്ങനെ നിന്നപ്പോഴേ ഉം. ഭയങ്കര വേദന. ഇനിയിപ്പോ ഇതിപ്പോ അത് സോപ്പ് ഇട്ടിട്ട് എന്നെ കൊണ്ട് കാല് തിരുമ്പിക്കാനുള്ള പരിപാടി. അല്ലടാ, എന്റെ കാലിന് നല്ല വേദനയുണ്ട്. നീ ലേശം കുഴമ്പ് വാങ്ങിച്ചോണ്ട് തരണം. എന്റെ ഇന്നാള് ഏത് വാങ്ങിയതൊക്കെ കാലിനാ അങ്ങട് വേദന? തീർന്നു. രണ്ട് കാലിനും വേദനയാ. ഞാൻ അതല്ലേ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഭയങ്കര വേദനയാ. ഇയ്യൊന്ന് ഒഴിഞ്ഞാ, എന്റെ മോനല്ലേ ഈ, അനക്കൊന്ന് ഒഴിഞ്ഞ് തന്നാലെന്താ? അതല്ല, അതെന്തോ ഒരു ഐഡിയ പോലെ എനിക്ക് ഫീൽ ഒരു ചെയ്യുന്നു. ഐഡിയ ഇല്ല പോയി. അത് പൊട്ടിക്കുന്ന ശബ്ദം. ആ, അങ്ങനെ. അതാണ്. കണ്ടോ നീ ആ ചെയ്യുമ്പോ കാലിന് ഇവിടെ നല്ല സുഖമുണ്ട്. ആ. ഞാനേ ഇതിനൊരു ഇത് ഇങ്ങനെ മസാജ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്, ആ അത് ആ വാങ്ങിക്കൊണ്ടുവരാം. അത് വേണ്ട, അത് വേണ്ട. നീ ചെയ്യുന്ന ഒരു സുഖം അതിന് കിട്ടൂല. ആയിക്കോട്ടെ. ഉം. ആ, ഇതെന്താ കണ്ണിമാങ്ങ? താനും പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇത് കോമാങ്ങയില്ലേ അപ്പുറത്ത് നിക്കണേ? ഇതിപ്പോ എന്താ അതിന്റെ മുകളിൽ മാങ്ങയൊക്കെ ഓ, പൊഴിഞ്ഞു വന്ന് എന്റെ ഇത്രയും വലുതായിട്ട്? കാല് എന്തൊരു വേദനയാണെന്നാല്. അല്ല, ഈ എന്താ ഇവിടെ വന്നിരിക്കുന്ന മോളെ? ഞാൻ അവിടെ കുറെ തുണി അവിടെ കൊണ്ടിട്ടിട്ടില്ലേ? ഈ അതൊന്ന് അതൊന്ന് കഴുകിയിട്. അല്ല, അമ്മ കുറച്ച് പുളി അവിടെ ഉണക്കാട്ടിരുന്നു. അത് ഈ എടുത്ത് അതൊന്നും നിരത്തിയിടുന്നാല്. ഈ ഇവിടെ ഇങ്ങനെ വന്നിരുന്നാല് മോനെ, അമ്മയുടെ കാലിന് ഭയങ്കര വേദനടാ. ഓ, എന്തൊരു വേദനയാണെന്നാല്. ആ, ഈ എന്തേലും കാണിക്കേ. ആ, ഓളിട്ട് വന്നിരുന്നപ്പോഴത്തേനും ഒഴിച്ചാ. അല്ലടാ, ഓക്ക് ഓരോ പണി ചെയ്ത ഓ കണ്ടില്ലേ അവള് അങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിരുന്നാ എങ്ങനെയാ? നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലേ, കണ്ട് ചെയ്തോട്ടെ. അമ്മായിയമ്മ പോരന്നെ അല്ലേ? അല്ല, പോയിക്കട അവിടുന്ന്. ഇപ്പൊ അമ്മായിമ്മ പോരൊന്നും അല്ല അത്. അത് ഉം. അവള് എന്റെ മരുമോള് തന്നെയല്ലേ ഇപ്പൊ, അത് എന്റെ മോള് തന്നെയല്ലേ. ഉം. എന്നാലും അവൾ എന്തേലൊക്കെ ചെയ്തോട്ടെ. ആ പെണ്ണ് ഇത്ര നേരം അവിടെ ഓരോ പണി ചെയ്ത് വന്നിരുന്നിട്ട് ഒന്ന് ഇവിടെ വന്നിരുന്നതാണ്. ഈ അനക്കിപ്പോ ശരിക്ക് പറഞ്ഞ ആരോടാ ഇഷ്ടം? ഒന്ന് കേക്കട്ടെ. എനിക്ക് അവളോട് തന്നെ. ഇതാണ് എനിക്ക് പിടിക്കാത്ത കാര്യം. എനിക്ക് നിങ്ങൾ രണ്ടാളോടും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പറയേ. എന്നാലും അമ്മയല്ലേ, അന്നയല്ലേ, അമ്മ പ്രസവിച്ചല്ലേ. അപ്പൊ അമ്മയോടല്ലേ കൂടുതൽ ഇഷ്ടം ഇത് ഉണ്ടാവുക. എല്ലാ അമ്മമാരും മക്കളെ പ്രസവിച്ചിട്ട് തന്നെയാണ് അമ്മമാരാവണത്. ഇപ്പൊ എന്താ ഇത് വലിയ പുതുമ? ഏ? ഉം. ശരി. ഈ എന്റെ കയ്യൊക്കെ ഒന്ന് എന്താണ്. പിന്നെ ഉം, നമുക്ക് ഇന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകാനുണ്ട്. പല സ്ഥലത്തും അമ്മയ്ക്ക് കുറെ സാധനമൊക്കെ വാങ്ങാണ്ടടാ. ഉം. ഈ അന്നൊന്നും മര്യാദക്ക് ആ, കിട്ടൂല. ഈ എങ്ങനെ അവളുടെ പുറകെ നടന്നാൽ എനിക്ക് അന്നെ അവൾ ഒന്ന്. അന്ന് നമുക്കൊന്ന് വൈകിട്ട് പോവാം, അവൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്ന് ആ, പറഞ്ഞിട്ടുണ്ട്. അതും അതല്ല അതല്ല അല്ല അല്ല അങ്ങനെയല്ല. ഉം. അവള് അവക്കുള്ള സാധനം നമ്മള് വാങ്ങിയാ പോരെ? അത് അവൾക്ക് കൂടി സെലക്ട് ചെയ്യണ്ട, അവള് സെലക്ട് ചെയ്തോട്ടെ, അവൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നിച്ചു പോവാം. അത് പറ്റൂലടാ, അത് പറ്റൂല. അവക്ക് എന്താ വെച്ചാലേ, ഉം. അവക്ക് ഇങ്ങനെ നമ്മൾ അവളെയും കൊണ്ട് നടക്കുമ്പോ അവക്ക് പിന്നെ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് പൈസ കുറെ ആവൂലേ. നമ്മള് രണ്ടാളും കൂടി പോയി അത് വാങ്ങി ഓക്കുള്ള സാധനം നമുക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതിയല്ലോ. ഉം, അതാ അങ്ങനെ ചെയ്യാം. നല്ലത്. അങ്ങനെ ചെയ്യാട്ടാ. ഉം, ഏ, ഉം, എന്നാലും നമ്മള് അമ്മ എന്നാ അവിടെ പോയിട്ട് ആ മറ്റേ പോകാൻ വേണ്ടിട്ടേ ഉം, നമ്മ കുറച്ച് ഇസ്തിരി ഇടാനൊക്കെ ഉണ്ട്. ഉം. അല്ലെ ഈ ഒന്ന് ഇസ്തിരി ഇട്ടുണ്ടാ. ഈ എനിക്ക് വയ്യാത്ത പെസ്തിരി ഇടാന്. എന്താടാ, അമ്മയ്ക്ക് കൈക്ക് വയ്യ അതല്ലേ. എന്നാ നടക്കേ. ഉം. എന്റെ രമണി, അനക്കൊന്ന് ചേച്ചിനെ കാണാനൊക്കെ ഒന്ന് ഇടയ്ക്ക് വന്നൂടടിയേ. ഏ, ആ, ഇവിടെ ഉണ്ട്. ഏത് നേരം നോക്കിയാലും ഓനായിട്ട് ഇങ്ങനെ കുറുകുന്ന പണിയല്ലേ. എനിക്കൊരു നേരം ഓളെ കിട്ടൂല. പറയാൻ പറ്റൂല, ഇവിടെ എവിടെയെങ്കിലും വന്ന് ഒളിഞ്ഞു നിൽക്കണ്ടാവും. ചെവി എന്ന് പറഞ്ഞാല് അമ്മാതിരി ചെവിയാ. ഒരു നേരത്തെ എനിക്ക് ഓനെ കിട്ടലില്ല. എന്റെ കുട്ടീനെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു നേരം ഒന്ന് വർത്താനം പറയണമെന്ന് വിചാരിച്ചാല് അപ്പൊ ഉണ്ടാവും അവളെ അതിന്റെ നടുക്ക്. പിന്നെന്താ നമ്മൾ ചെയ്യ. ഇപ്പോഴും ഓനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി സാധനം വാങ്ങല് എന്തൊക്കെയാണ്. അവന്റെ പൈസ തിന്നു മുടിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്താപ്പ ചെയ്യ. എനിക്കൊരു സാധനം, ഒരു മരുന്ന് കിട്ടൂല. എൻ്റെ ഒരു ആവശ്യത്തിന് ഓനെ കിട്ടൂല. എനിക്കൊന്നും ഡോക്ടറെ കാണിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി എന്നറിയാം. ഇവിടെ എവിടെയെങ്കിലും പതുങ്ങി നിൽക്കണ്ടാവും. അതാണിപ്പോ. ആയിക്കോട്ടെ, ഈ ഒന്നും ഇങ്ങോട്ട് വാ എന്നാല് കേട്ടോ.
എന്നിട്ട് കുറെ കാര്യങ്ങൾ നേരിട്ട് പറയണ്ട. ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞാലേ ഇത് അവിടെ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണ്ടോ? മാതിരി ഒരു സാധനത്തിനെ കിട്ടിയത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ എന്നാ ആയിക്കോട്ടെ. ആ എന്നാ അങ്ങനെ ചെയ്യാട്ടോ. ആ ശരി ശരി ശരി. ഉം. മതി. ഇതെന്തിനാണ് ഇപ്പൊ ഈ ഉള്ളി? ചമ്മന്തി ഉണ്ടാക്കാൻ ഇവിടെ വേറെ ഒന്നും കറിയില്ലേന്ന്? കറിയൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാണ് ഈ ചമ്മന്തി ഒരു എക്സ്ട്രാ? എനിക്ക് അന്ന് നല്ല പൂളക്കിഴങ്ങട വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇന്നലെ, അത് ചമ്മന്തി കുട്ടിയടിക്കും വൈകിട്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. ആ നമുക്കൊരു കാര്യം ചെയ്താലോ? വൈകുന്നേരം ആകുമ്പോ സിനിമയ്ക്ക് പോയാലോ? പറഞ്ഞു പറ്റിക്കരുത്. എന്റെ ഈ പുരികൊക്കെ ഒന്ന് ത്രെഡ് ചെയ്തിട്ട് അതിന്റെ വൃത്തിയോട് ഒന്ന് മാറ്റാൻ. എന്ത് ഒരു വൃത്തിയോട് ഉണ്ട് മുഖത്തിന്, പക്ഷെ എന്നാലും ഒന്ന് ശരിയാക്കും ചെയ്യാം. പിന്നെ പിന്നെ പുരികത്തിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കണ്ടീഷൻ. ആയിക്കോട്ടെ. സാരി എടുത്ത് തരാൻ പറഞ്ഞ ഒരു മിനിറ്റ്. അതെ മോനെ, അമ്മ ഇന്നാളും മോന് പനി വന്നപ്പോ ഒരു വഴിപാട് നേർന്നില്ലേ? എനിക്കറിയില്ല. ആ അമ്മ നേർന്നു. അപ്പൊ ഇന്നൊന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോണം. അതിപ്പോ എന്താ ഇന്നിപ്പോ പോകേണ്ട കാര്യം? നാളെ മറ്റന്നാളെ പോയാ അമ്മ നേർന്നതല്ലേ മോന്? സുഖമില്ലായിരുന്നപ്പോ അമ്മ നേർന്നതല്ലേ? അതൊക്കെ ശരി, വഴിപാടായിക്കോട്ടെ. പക്ഷെ ഇന്നിപ്പോ ഞാനും അവളും കൂടിയിട്ട് സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അമ്മയും പോരെ? ഞാൻ വരുന്നില്ല, എനിക്ക് അമ്പലത്തിലേക്ക് പോണം. അവള് വേണേ പോയിക്കോട്ടെ. എന്നാല് അമ്പലത്തിൽ നാളെ പോവാ. നിനക്ക് സിനിമയ്ക്ക് പോണതാണോ വലുത്? നിനക്ക് വഴിപാട് നേർന്ന അമ്പലത്തിൽ പോണതാണോ വലുത്? രണ്ടും വലുത് തന്നെ. അവളോട് ഞാൻ വാക്ക് കൊടുത്തു സിനിമയ്ക്ക് പോവാന്ന്. അവളൊന്ന് പോയിക്കോട്ടെ ഒറ്റയ്ക്ക്. നമുക്ക് അമ്പലത്തിൽ പോവാം. ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവാ. പിന്നെന്താ? അമ്മയ്ക്ക് എപ്പോഴും എന്താ അവളോട് ഇങ്ങനെ കലിപ്പ്? അവളോട് ദേഷ്യം ഒന്നും എനിക്ക് ഒരു ദേഷ്യമൊന്നും എനിക്കില്ല. പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് നിന്നെ എപ്പോഴേലും ഒരു സമയത്ത് കിട്ടുന്നുണ്ടോ? എനിക്ക് അമ്പലത്തിൽ നിന്റെ പേരിൽ വഴിപാട് കിടക്കുന്ന നമ്മൾ രണ്ടാളും കൂടി പോവാന്ന് ഞാൻ നേർന്നതാണ്. അമ്മേ, ഇതൊക്കെ കേട്ടാ എനിക്ക് കുറേശ്ശെ മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഇപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് സിനിമയ്ക്ക് പോകേണ്ട കാര്യം പറയുന്ന അമ്മ കേട്ടു. ഞാൻ ഈ പത്രം വായിക്കുമ്പോ ഞാൻ അതൊന്നും കേട്ടില്ല. കേട്ടു. അപ്പൊ ആ ഒരു കൊനിഷ്ട് അതല്ലേ സത്യം പറഞ്ഞ? അതല്ലേ ഈ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അമ്മായിയമ്മ പോരുണ്ട്. അതാണ് അമ്മയ്ക്കുള്ള പ്രശ്നം. ഞാൻ പല സമയത്തായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ തമാശ രൂപത്തിൽ പല സമയത്ത് പറഞ്ഞത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നിന്നെ മര്യാദക്ക് കിട്ടലില്ല. എനിക്ക് അത് ഞാനതിന് പഴയ പോലെ ചെറിയ കുട്ടിയല്ലല്ലോ എപ്പോഴും ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്. അവളുടെ അമ്മ മരിച്ചതിന് ശേഷമാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത്. ഇവിടെ കൊടുത്തിട്ട് അമ്മേനെ സ്വന്തം അമ്മേനെ പോലെയാണ് അവൾ നോക്കുന്നത്. അതൊക്കെ ശരിയാ. പിന്നെ ഏതാ ശരിയല്ലാത്ത? എനിക്ക് എന്റെ മോനോട് എനിക്കൊന്ന് മര്യാദക്ക് വർത്താനം പറയണം. എനിക്ക് നിന്റെ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിന്റെ കൂടെയല്ലേ ഞാൻ എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത്? അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അമ്മയും ഭാര്യയും ഉണ്ടാവുമ്പോ രണ്ടുപേർക്കും ഒരേപോലുള്ള കാര്യങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഉചിതമായിട്ട് എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ അമ്മായിയമ്മ പോരെടുക്കുക, ഉള്ളിന്റെ ഉള്ളിൽ അവളോട് വെറുപ്പ് കരുതുക, അതൊന്നും ശരിയല്ല. അതൊക്കെ ശരിയാണ് മോനെ. ഏതൊക്കെ ശരിയാണെന്ന് ഞാൻ പലതവണയായിട്ട് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. പലതവണ ഞാൻ പറയുകയും ചെയ്ത്. ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, ഒരു വീട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ വലുതായി വന്നിട്ട് പിന്നെ ഒരു ഭയങ്കര ബ്ലാസ്റ്റിംഗ് ഉണ്ടാവും. അപ്പൊ അതിന് നിൽക്കരുത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാതെ തന്നെ അമ്മയ്ക്ക് അറിയണ കാര്യങ്ങളാണ്. ഇത് അമ്മ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ട കാര്യങ്ങളാണ്. ഞാനിപ്പോ അമ്മേനെ അങ്ങോട്ട് പഠിപ്പിക്കുന്നത്. ഇനിയിപ്പോ അമ്പലത്തിൽ പോണ്ടേ? അമ്പലത്തിൽ ഇന്ന് പോണ്ട. അത് നാളെ മറ്റന്നാളോ എന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് തന്നെ വഴിപാട് നടത്തണം എന്നൊന്നുമില്ലല്ലോ. ഇന്ന് വഴിപാട് നടത്തിക്കോളാന്നല്ലല്ലോ നേർച്ച. ആണോ? ദൈവത്തിന്റെ കാര്യമില്ലടാ. പിന്നെ ദൈവത്തിന്റെ കാര്യം. അതൊക്കെ ദൈവത്തിനും കണ്ടാലും കേട്ടാലും ഒക്കെ കുറേശ്ശെ മനസ്സിലാവും. ഇന്ന് ഞങ്ങൾ എന്തായാലും പിന്നെ സിനിമയ്ക്ക് പോവാണ്. അമ്മയ്ക്കും പോരാ. നമുക്ക് മൂന്നാൾക്കും കൂടിയിട്ട് പോവാം. അല്ലാതെ ഇനി ഈ അമ്മായിമ്മപ്പോരുണ്ടാവരുത് കേട്ടാ. ഉറപ്പല്ലേ? പക്ഷെ എനിക്ക് നിന്നെ വിളിച്ചാ കിട്ടണം. ഞാൻ എവിടെ വിളിച്ചാ എവിടെ പോകുന്നത്? എപ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സത്യം ചെയ്യ്. ഇനി അമ്മായിമ്മപ്പോരുണ്ടാവില്ല. എന്നെ കൊണ്ടുപോകൂലേ? കൊണ്ടുപോകും. ആയിക്കോട്ടെ. ഏതായിക്കോട്ടെ, സത്യം പറയും. സത്യം. എന്ത് സത്യം? അവളും എന്റെ മോള് തന്നെയാണ്. ഉറപ്പല്ലേ? എന്നാ ശരി.